നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. നടപടികൾ ശക്തമാക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കഴിഞ്ഞ ദിവസം ശശിധരൻ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ചോദ്യം ചെയ്യലിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്നൊരു ആവശ്യമൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ ഇതാ ചില നിർണായകമായ മറ്റു വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എക്സാലോജിക്കുമായുള്ള ഇടപാടിന്റെ പൂർണ്ണ രേഖകൾ CMRL കൈമാറുന്നില്ലെന്ന ആരോപണവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്ത് വന്നിരിക്കുകയാണ്. കരാർ രേഖകളടക്കം കൈമാറിയില്ലെന്നാണ് ED ആരോപിച്ചിരിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും കരാർ രേഖകളുമായിരുന്നു ED ആവശ്യപ്പെട്ടത്. ചീഫ് ഫിനാൻസ് മാനേജർ P. സുരേഷ് കുമാർ കരാർ രേഖ ഹാജരാക്കിയില്ല എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരോപിച്ചു. സുരേഷ് കുമാറിനെ ഇന്നും ചോദ്യം ചെയ്യുന്നുണ്ട്. സുരേഷ് കുമാർ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചോദ്യം ചെയ്യലിൽ പറഞ്ഞത് ആവശ്യപ്പെട്ട രേഖകൾ ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് പരിശോധിച്ചു തീർപ്പാക്കി എന്ന ഒരു കാര്യമാണ്. അങ്ങനെ തീർപ്പാക്കിയ കേസിന്റെ രേഖകൾ കൈമാറാൻ സാധിക്കില്ല എന്ന മറുപടിയാണ് സുരേഷ് നൽകിയിരിക്കുന്നതെന്നാണ് ED പറയുന്നത്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അറിയില്ല എന്ന മറുപടിയാണ് ഉദ്യോഗസ്ഥർ നൽകുന്നതെന്നാണ് ED വെളിപ്പെടുത്തിയിരിക്കുന്നത്. സുരേഷ് കുമാറിനെ മുൻ കാഷ്യറായ വാസുദേവനെ ഇന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. മാസപ്പടി കേസിൽ SFIO ED അന്വേഷണങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇപ്പോൾ CMRL ദില്ലി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. കമ്പനിയുടെ ഹർജിയിൽ കമ്പനികാര്യ മന്ത്രാലയത്തിന് ദില്ലി ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുമുണ്ട്. മാസപ്പടി കേസ് ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയതാണെന്നും ഇനി മറ്റ് അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നുമാണ് CMRL ഹർജിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത രേഖകളോ മൊഴിയുടെ വിവരങ്ങളോ മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് കൈമാറരുതെന്നും CMRL നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ കൈമാറിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ അനുവദിക്കരുതെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ CMRL 3 ഉദ്യോഗസ്ഥരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. ഉച്ചയോട് ആണ് അവസാനിച്ചത്. 24 മണിക്കൂർ നീണ്ടു നിന്ന ചോദ്യം ചെയ്യലായിരുന്നു 3 ഉദ്യോഗസ്ഥരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയത്. ഇപ്പോൾ ഇതാ വനിതാ ജീവനക്കാരി അടക്കം ED 24 മണിക്കൂർ നിയമവിരുദ്ധ കസ്റ്റഡിയിൽ വെച്ചെന്ന പരാതിയും CMRL കോടതിയിൽ ഉന്നയിച്ചിരിക്കുകയാണ്. വനിതാ ജീവനക്കാരിയെ ED രാത്രി കസ്റ്റഡിയിൽ വെച്ചെന്നാണ് CMRL പരാതി. ചോദ്യം ചെയ്യലിന്റെ CCTV ദൃശ്യങ്ങൾ സൂക്ഷിക്കാൻ നിർദ്ദേശിക്കണമെന്നും ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വനിതാ ജീവനക്കാരിയെ വനിതാ ഉദ്യോഗസ്ഥയാണ് ചോദ്യം ചെയ്തതെന്ന് ED കോടതിയെ അറിയിച്ചു. ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ കമ്പനി MD ശശിധരൻ കർത്ത മെഡിക്കൽ റിപ്പോർട്ട് കോടതിയിൽ നൽകിയിട്ടുണ്ട്. എന്നാലും ഈ ഒരു ഹർജി വെള്ളിയാഴ്ച കോടതി പരിഗണിക്കും. എന്തായാലും മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചത് EDയുടെ സമൻസിനെതിരെയാണ് സമീപിച്ചിരിക്കുന്നത്. എന്തായിരിക്കും കോടതിയുടെ ഉത്തരവ്? ഈ ഒരു കേസിൽ എന്തായിരിക്കും കോടതി ഉത്തരവ് ഇടുക എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ചോദ്യം ചെയ്യലിൽ നിന്നും ഒഴിവാക്കണമെന്നാണ് ആവശ്യം. ആരോഗ്യ പ്രശ്നങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഹർജിയിൽ. മാത്രമല്ല 3 CMRL ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യലിന്റെ പേരിൽ മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നത്. അതേസമയം മാസപ്പടി കേസിൽ ശശിധരൻ കർത്ത ഇന്നലെയും ചോദ്യം ചെയ്യലിന് EDക്ക് മുന്നിൽ ഹാജരായില്ല. ഇന്നലെ 10:30 ഹാജരാകാനായിരുന്നു മിനിഞ്ഞാന്ന് രാത്രിയിൽ ED കർത്തയ്ക്ക് നിർദ്ദേശം നൽകിയത്. മിനിഞ്ഞാന്ന് അദ്ദേഹത്തെ ചോദ്യം ചെയ്യലിന് വിളിച്ചിരുന്നു. പക്ഷെ അന്ന് അദ്ദേഹം പോയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് രാത്രി ഇന്നലെ ഹാജരാകണമെന്ന നിർദ്ദേശം നൽകി. പക്ഷേ ഇന്നലെയും അദ്ദേഹം EDക്ക് മുന്നിൽ ഹാജരായില്ല. മറിച്ച് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.